ഹലോ, വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈത്തപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി സിമ്പിളായൊരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണെങ്കിൽ ഒന്ന് പോയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ജസ്റ്റ് ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണും കൂടിയുണ്ട്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഈത്തപ്പഴമാണ്. അപ്പോൾ ആ ഒരു കപ്പ് ഈത്തപ്പഴം ഞാനൊന്ന് ചൂട് വെള്ളത്തിൽ വെച്ചിട്ട് ഒരു 4-5 മണിക്കൂറിന് സോക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നന്നായിട്ട് അത് അലിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ഈ വെള്ളം കളയാൻ പാടില്ല കേട്ടോ, ഈ വെള്ളം നമുക്ക് വേണേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേറൊരു ബൗളിലാക്കിയിട്ട് വെക്കട്ടുണ്ടേ. ഒരു കപ്പിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ, കാരണം നമ്മൾ അഡീഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി മധുരം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഒരു കപ്പിന് ധാരാളമാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് മാഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. മിക്സിയിലിടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്കതൊന്ന് സ്പൂൺ എടുത്തിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ടെടുത്താൽ മതി. മിക്സിയിലിടേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കടിക്കാനൊക്കെ നന്നായിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് 150 ഗ്രാമിൻ്റെ ബട്ടറാണ്. അത് ഞാൻ കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായി മെൽറ്റായിട്ട് എടുത്ത ബട്ടറാണ് കേട്ടോ. ഒരു നേരത്തെ തന്നെ ഒന്ന് പുറത്ത് വെച്ചാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് നന്നായി മെൽറ്റായിട്ട് കിട്ടും. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ബ്ലെൻഡർ എടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് ഫ്ലഫി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചിട്ടാണ് ഈ 1/2 കപ്പ് ഞാൻ പറയുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ബ്ലെൻഡ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് 2 മുട്ടയുടെ ആവശ്യമുണ്ട്. അപ്പോൾ 2 മുട്ട ഞാൻ നേരത്തെ തന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് എടുത്ത മുട്ടകളാണത്. അപ്പോൾ ഇത് മഞ്ഞയും ഇതിൻ്റെ വൈറ്റും നമുക്ക് ആവശ്യമുണ്ട്. അതും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ബീറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡിലാണ് കേട്ടോ ഞാൻ ബീറ്റ് ചെയ്തത്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് വാനില എസൻസ് ഇടാം. വാനില എസൻസ് ഒരു 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. അതും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ബ്ലെൻഡിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സ്വോൾ ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അത് ഞാൻ 2 ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കുറച്ചെടുത്തിട്ട് ആദ്യം ഇട്ടു, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണ്ട. ഇനി നമുക്കിതിലോട്ട് ബ്ലെൻഡറിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സ്പാച്ചില എടുത്തിട്ടോ അല്ലെങ്കിൽ സ്പൂൺ എടുത്തിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നെക്സ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 2 ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2 ആയിട്ടുള്ളതിൻ്റെ ബാക്കിയാണ് ഞാനിപ്പോൾ ഇട്ടത് കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ വെച്ച ഡേറ്റ്സും അതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നില്ലേ, അത് രണ്ടുമാണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് സ്പാച്ചില എടുത്തിട്ടോ അല്ലെങ്കിൽ സ്പൂൺ എടുത്തിട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇടാം. ഇപ്പോൾ കാഷ്യൂ നട്ട്സ് ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കിതിലോട്ട് വാൾനട്ടോ ഹേസൽനട്ടോ എന്ത് നട്ട്സ് ആയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് അതിൻ്റെ മേലൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ്സിൻ്റെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുഞ്ഞ് ടിന്നും ഒരു ബേക്കിംഗ് ടിന്നിൽ നമുക്കിതോട്ട് ഒഴിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൈദ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്വേൾ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഞാനത് 2 ടിന്നിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കണത്. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ 2 രീതിയിൽ ഞാൻ കുക്ക് ചെയ്തിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പാന് വെച്ചിട്ട് അതിൻ്റെ താഴെ ഒരു തവ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു 10 മിനിറ്റ് മുന്നേ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു 35 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാവേ. പിന്നെ അവിടെ ഒരു ചെറുതായിട്ടൊരു ടൂത്ത് പിക്ക് ആ ഹോളിൻ്റെ സ്ഥലത്തൊന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം വേറൊരു പാനിൽ ഇതേപോലെ വെച്ചിട്ട് താഴെ താവൊന്നും വെക്കാണ്ട് നേരെ നമ്മൾ ആ ടിന്ന് വെച്ചിട്ട് അതിൻ്റെ മേലൊരു ഹെവി ഉള്ളൊരു സംഭവം വെച്ചാൽ മതി.
അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്, 2 രീതി വെച്ചിട്ടുണ്ട്. അങ്ങനെ 35 മിനിറ്റിന് ശേഷം നന്നായി കുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് കുത്തി കഴിഞ്ഞാൽ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. കണ്ടോ, അപ്പോൾ എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളായൊരു റെസിപ്പി ആയിരുന്നു. വല്ലാണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല, അതേപോലെ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റമദാൻ കരീം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും.